ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പേട ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് പണ്ടത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടമാണ്, എന്നാലും കുഴപ്പമില്ല, കഴിക്കും. ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഷുഗർ ഡയറ്റ് എടുത്തിട്ട് കുറേ നാളുകൊണ്ട് ഇനി എടുക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്തെങ്കിലും സാധനം കിട്ടിയാൽ ഞാൻ കഴിക്കും. പക്ഷെ ഇത് ഞാൻ വലിച്ച കുറച്ച് അധികം ഞാനിത് കഴിക്കത്തില്ല. പക്ഷെ കുറച്ചൊരു തുള്ളി മധുരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പഞ്ചസാര ഇടണമല്ലോ നമുക്ക്. അപ്പം അങ്ങനെ ഇടാന്ന് വെച്ചു. അപ്പം കുറേ വർഷം മുന്നേ ഒരു ദിവസം ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ഉണ്ട്. സോ ഇന്ന് എനിക്ക് വയ്യ ആ പാട്, അതാണ് എൻ്റെ കോലമൊക്കെ ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ജിമ്മിലും പോയില്ല. അപ്പം ഇന്ന് പേട ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇന്ന് ആരുമില്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ, വീഡിയോ എടുക്കാനൊന്നും. ഞാൻ തന്നെ എടുക്കണം, ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഞാനപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇതിന്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പേടയുണ്ട്, നോർമൽ പേടയാണ്. സോ അതിന് പഞ്ചസാര വേണം, പാല് വേണം, പിന്നെ ഞാനിവിടെ അമൂലിൻ്റെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് ഗീയും വേണം. അപ്പോൾ ഞാനൊരു പാൻ ഇതേപോലെ ആദ്യം ചൂടാക്കാനായിട്ട് വെച്ചു. ഇത് നമുക്ക് ചൂടായാലും ഉടനെ ഇതിനകത്തോട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പാലൊഴിച്ചു കൊടുത്തു. ഇത് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പേടയ്ക്ക് നല്ല മധുരമായിരിക്കും. പക്ഷെ ഞാനിവിടെ കുറച്ച് ഷുഗർ ഒരു പേരിന് വേണ്ടി, ഓൾറെഡി പാൽപ്പൊടിക്ക് കുറച്ച് മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗറും കൂടെ ഇത്തിരി ഷുഗർ ഇട്ട് കൊടുക്കാം, ചെറിയൊരു മധുരത്തിന്. ഇനി ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അതേ കിടന്നൊന്ന് മെൽറ്റ് ആവട്ടെ. പഞ്ചസാര മെൽറ്റ് ആവുന്ന വരെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാൽപ്പൊടി എത്രയുണ്ടോ അതിനാവശ്യത്തിന് മാത്രം നമ്മൾ പാലെടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് ഒരാളോ അറിയത്തില്ല, ചിലപ്പം നന്നായിട്ട് വരുമായിരിക്കും. ഇതെന്ത് ഈ പാലിങ്ങനെ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണം നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഏലക്ക ചേർക്കാം. എനിക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമേ അല്ല, മണം ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ടേസ്റ്റ് ഇഷ്ടമല്ല. പായസത്തിലൊക്കെ കിടക്കുന്നുണ്ടല്ലോ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏലക്ക ഇടുന്നില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ്, ഏലക്കയാണ് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ദിവസം പോകും. അതുകൊണ്ട് ഞാൻ ഏലക്ക ഇടുന്നില്ല. ഇതൊരു നന്നായിട്ട് വരട്ടെ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ ഇളക്കി വേണം കേട്ടോ ഇടാൻ. ഞാനിതിപ്പോൾ എനിക്ക് ആരും ഹെൽപ്പിനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ ഇട്ടിട്ടാണ് ഇളക്കാൻ പോകുന്നത്. സോ മൊത്തം ഇതിലേക്ക് ഇടാം. താഴെപ്പോയി ഇത് നല്ലോണം ആവുന്നുണ്ട്. ഇനി കുറച്ച് നെയ്യ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് മതിയായിരിക്കും. ഇത്ര നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് നോക്കാം. ഇനി ഇത് നല്ല ക്ഷമയോടെ നിന്ന് ഇളക്കണം. ഇത് കുറുകി വരുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടാസ്ക് ഉള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് മതി, പ്രോസസ്സും എളുപ്പമാണ്. പക്ഷേ ഇതിങ്ങനെ വറ്റി വരണം. ഇത് പാല് കൂടിപ്പോയോ? അല്ല, പാലൊക്കെ കറക്റ്റാണ്. ഇതിങ്ങനെ ഇളകി പക്ഷേ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കണം. ഇളക്കല്ലേ എന്ന് പറഞ്ഞു. ഇളക്ക് മാത്രം വീഡിയോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കി ഇതിങ്ങനെ കട്ട പോലെ ആവണം. കുറച്ച് സമയം എടുക്കും. കുറേ നേരം കൊണ്ട് ഞാൻ ഇളക്കും. പാലിപ്പോൾ കൂടിപ്പോയാൽ ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണ്. ഇങ്ങനല്ല, നല്ല തിക്കാവണം. എന്നാലേ നമുക്ക് പറയല്ലേ ഒട്ടരാരം കൊണ്ട് ഒരു ഒട്ടാരം നശിപ്പിച്ചു പറഞ്ഞു. നല്ലോണം തിക്കായി വന്നാലേ നമുക്ക് ആ ഷേപ്പിന് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. പേട പോലെ തന്നെ വരൂ മോനെ, പേട പോലെ വരും. ഞാൻ ഒരു ചക്കില് വരുമോ മോനെ, കുറച്ച് വയ്ക്കുന്ന പോലെ. എന്തോ ആവശ്യമുണ്ടാകുന്നു വെള്ളം കുടിക്കാതിരുന്നിട്ട് കുടിക്കുന്നു. എന്താ ചേട്ടാ തിക്കാതെ നടുവിന് തന്നെ എടുക്കുന്നു. എന്റെ മുഖത്ത് നടത്ത് മാറ്റി ചേട്ടാ. അല്ല ഞാൻ കുറച്ചു നേരം ഞാൻ ഇളക്കാം. ഗായ്സ്, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കരുത്, അങ്ങനെ നല്ലതായിട്ട് ഇളക്ക്. ഒന്ന് പറയുവാണെങ്കിൽ ഇതിങ്ങനെ കുഞ്ഞുങ്ങളെ ഉറക്കുന്ന പോലെ ഇങ്ങനെ തേച്ച് വടിച്ചിങ്ങനെ. പിള്ളേർക്ക് എന്താ പറയുക, പണ്ട് നമ്മൾ 2005 പേട ഉണ്ടാക്കിയ കാലം ഞാൻ ഇപ്പോഴും മറക്കുന്നു. എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇതെന്ത് ഇത് മൈദ കുഴയ്ക്കുന്ന പോലെ. ഇതിങ്ങനെ കുഴയണം. എന്നിട്ട് ഇതിന് തണുപ്പ്
അയ്യോ ഗ്യാസ് ഓഫ് ആയി തനിയെ. എന്റെ പാചകം ഗ്യാസിന് പോലും പിടിച്ചെന്ന് തോന്നുന്നു. മാറിക്കാം. ഞാൻ മാറി വയ്ക്കാൻ പോകട്ടോ. ആണോ? അതാ നീ ഒന്ന് നോക്കിക്കേ. ആണോ? എന്നാ ഉണ്ടായിരിക്കോടെ. മാറിക്കേ. ഷിഫ്റ്റ് ചെയ്യാം. നോ പ്രോബ്ലം. ഇതുണ്ടോ ഇതിപ്പോ ഇങ്ങനെ വരുന്നുണ്ടോ? ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി വരേണ്ടത് ഇങ്ങനെ ഒട്ടി ഇങ്ങനെ വരണം. എന്തായാലും കുഴപ്പമില്ല. പരത്തിത്താ വേണമെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ചൂടാറിയിട്ടും വേണം നമുക്ക് ഷേപ്പിലെടുക്കാം. പക്ഷെ ഇത് അധികം ഇല്ലല്ലോ ചേട്ടാ. ഒരു 3-4 പേടയ്ക്കുള്ളത്. ഓ ഇത് എനിക്കുള്ള വേടക്കുള്ളൂ. ഞാൻ തരാം. എനിക്ക് വേണ്ട, ഞാൻ ഷുഗർ. ആണോ? വലിയ നീ ഇടയ്ക്കിടെ ഇങ്ങനത്തെ ഷുഗറിലുള്ള സാധനം വേണ്ട. ഇങ്ങനെ ഇങ്ങനെ ഒറ്റ ഇട്ട് വരണം. ഒരുപാട് വേണ്ട, ഇത്ര മതി. ഇനി നമുക്ക് ഒന്ന് ആറിയിട്ട് ചൂടെടുത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. എടി കുറച്ചുകൂടെ ഉണങ്ങട്ടെ. അങ്ങനെ പറ്റത്തില്ല. നച്ചോട്ടെ പോയി. ഇതാണോ പരത്തണം. ഇനി നമ്മള് ആ പരത്തി പേപ്പറിനകത്ത് വെച്ച് കെട്ടിട്ടാ നല്ല കാര്യം. പേപ്പറൊന്നും ഇല്ല. അതുകൊണ്ട് ഉണം പോലെ അപ്പൊ നമ്മുടെ പേട നന്നായിട്ട് ഉരുട്ടി ഈ ഷേപ്പിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇങ്ങനെ തിക്കാക്കിയിട്ടുണ്ട്. നമുക്ക് അച്ചുവേട്ടന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നോക്കട്ടെ, ഞാൻ അങ്ങനെ ഒറ്റടിക്ക് പറയത്തില്ല കേട്ടോ. 5-6 കഴിച്ചിട്ട് ബാക്കി അവിടെ വെക്കണം. 5-6 ആദ്യം തട്ടി കയറ്റി. എന്നിട്ട് അത് അയ്യോ ഒറ്റയടിക്ക് ഇന്ന് ഞാൻ പറയാൻ മതി ഞാൻ നോക്കട്ടെ. മതി മതി. മതി മതി. അത് സീരിയസ്ലി പേട ടേസ്റ്റില്ലേ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്? അങ്ങനല്ല. പിന്നെ എങ്ങനെ പറഞ്ഞാ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പേട എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും വേറെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടല്ലേ ഇവരുണ്ടാക്കുന്നത്. ഇതിപ്പോ നിന്റെ ഫസ്റ്റ് ടൈം ആയിട്ടും ഇതൊരു സ്വീറ്റ് എന്നുള്ളൊരു നിലയിൽ ഒരു പേടയുടെ ഒരു 80% വന്നിട്ടുണ്ട്. അത് മാത്രമല്ല അതിനേക്കാളും നല്ലൊരു വെറൈറ്റി ഒരു പേടയല്ല, ഞാൻ തന്നെ ഒരു വെറൈറ്റി ഒരു സാധനം വരത്തില്ലേ. അതായത് ഇതിൻ്റെതായിട്ടുള്ള ഒരു അത് രസമുണ്ട് കേട്ടോ. കൊള്ളാം. ഇതിന് 2 കൂടെ കഴിക്കണം എന്നുണ്ട്, പക്ഷെ ഇവരെന്നെ കൊല്ലും. അമ്മ അത് കഴിച്ചു. വേണ്ട ചേട്ടാ, കൂടെ തിന്നോണ്ട് ആ പാത്രം കൂടി തിന്നെ. ഇത് കഴിച്ചോ. എൻ്റെ ഒരു കാര്യം ചേട്ടാ ശരിക്കും നല്ല ടേസ്റ്റ് ഇല്ലേ? ശരിക്കും അടിപൊളിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേട നമ്മൾ കുറച്ച് തിന്നുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും മടുക്കും അല്ലേ. പക്ഷെ ഇത് കുറച്ചുകൂടി അടിപൊളിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേട ഉണ്ടാക്കുക എന്ന് പറയാതെ തന്നെ അല്ലേ, ഇതൊരു സ്പെഷ്യൽ ഡിഷായിട്ട്, അല്ലാതെ പേട ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് ഇതൊരു സ്പെഷ്യൽ ഡിഷായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അല്ലേ. ഒരിക്കലും മടുക്കത്തുമില്ല, നമുക്ക് തിന്നാനും അടിപൊളിയാണ്. എനിക്ക് തന്നെ ഇപ്പൊ ഒരു 10-15 കിട്ടിക്കഴിഞ്ഞാൽ തിന്നാന്നുള്ളൊരു അവിടെ ഇല്ല. ആ ഉണ്ടാക്കിക്കുന്ന നല്ല രസമുണ്ട് അല്ലേ. എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ അനിയത്തിയായതുകൊണ്ട് പറയുമല്ല, എനിക്ക് വീട്ടിലെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നീ അതിൻ്റെ കറക്റ്റ് റെസിപ്പി അല്ല നീ ഉണ്ടാക്കിയ പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാക്കാം. രസമാണ് അല്ലേ. മടുക്കത്തില്ലെന്ന് പറയുന്ന ഒരു കാര്യം ഉറപ്പുണ്ട്. ഷുഗർ കുറച്ചിട്ട് മനസ്സിലായോ? അല്ല നമ്മള് കടയിൽ വാങ്ങിക്കുന്നതിന് ഭയങ്കര മധുരമില്ല. ഇത് ഷുഗർ ഭയങ്കര കുറച്ചിട്ട്. അങ്ങനെ മധുരമല്ല, നമ്മൾ ഒരു കാജു ഇല്ലേ, കാജു എന്ന് പറഞ്ഞൊരു സ്വീറ്റില്ലേ കാജു, അതെന്ന് പറഞ്ഞാൽ ഷുഗർ അല്ല, കുറച്ചുകൂടെ പാലൊക്കെ കുറുക്കി ഉണ്ടാക്കിയ ഒരു സാധനം. അത് നമുക്ക് പാലിന് ടേസ്റ്റാണ് വരുന്നത്, മധുരമല്ല. ഇതും അതേപോലെ തന്നെ മധുരമില്ല, ആ ടേസ്റ്റ് കൊണ്ട് നമ്മൾ തിന്നും. കുറച്ച് ഇതിനകത്ത് കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിന്നത്തില്ല, കാരണം നമുക്ക് മട്ടിച്ചു. പേടയൊക്കെ 2 കൂടുതൽ നമ്മൾ കഴിക്കത്തില്ല. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് എല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം. മറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് വേറെ ഒന്നും പറയരുത്, ട്രൈ ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ ഇത്രേ ഉള്ളൂ. സീരിയസ്ലി അത് ഒരെണ്ണം പോലും കഴിക്കാൻ കിട്ടിയില്ല എന്നുള്ളതാണ്. എല്ലാ ചൂടും കഴിച്ചു. കുറച്ചധികം പൊടി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളിങ്ങനെ കുറുക്കി വരുമ്പോഴത്തേക്കും കുറച്ചേ ഉള്ളായിരുന്നു. സോ അത്രേ ഉള്ളൂ.
എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. സോ അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയായിരിക്കും പാൽപ്പൊടി. ഈ പാൽപ്പൊടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചായ ഉണ്ടാക്കാൻ വാങ്ങിച്ചതാണ്. പക്ഷെ പാൽപ്പൊടി ഇട്ടുള്ള ചായ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ പാൽപ്പൊടി അവിടെ ഒരു പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു വെറുതെ കളയണ്ടല്ലോ. അച്ചുവേട്ടനും സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ചെയ്തതാണ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ ഗൈസ്.